കഥ ആരംഭിക്കുന്നത് ചൈനയിലെ വളരെ ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലാണ്. അല്പം പ്രായമെത്തിയ ഒരു സ്ത്രീ വിചിത്രമായ ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ എഴുതുകയും ആ എഴുത്തുകൾ അതീവ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീയുടെ വാക്കുകളിലൂടെയാണ് അവരുടെ തന്നെ ജീവിതകഥ ആരംഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കാലിന് സ്വാധീനക്കുറവുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു. യഥ എന്നാണ് അവളുടെ പേര്. കഥാരംഭത്തിൽ നമ്മൾ കണ്ട അതേ സ്ത്രീയുടെ ബാല്യകാലമാണത്. നടക്കുവാൻ യഥ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. യഥയ്ക്ക് മാതാപിതാക്കളുണ്ടെങ്കിലും അവൾ എപ്പോഴും തന്റെ മുത്തശ്ശിക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതും അവളുടെ മുത്തശ്ശിയായിരുന്നു. മറ്റുള്ള കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുന്നത് അന്ന് ശ്രദ്ധിച്ച യഥ വേഗം പുസ്തകങ്ങൾ എടുക്കാൻ തന്റെ വീട്ടിലേക്ക് ചെന്നു. സ്കൂളിലേക്ക് പുറപ്പെടാൻ നേരം മുത്തശ്ശി വിളിച്ചു പറഞ്ഞു, പുഴ മുറിച്ചു കടക്കുമ്പോ വളരെ സൂക്ഷിക്കണേ. മറ്റു കുട്ടികൾ സ്കൂളിലേക്ക് ഓടിയായിരുന്നു പോയത്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തന്നാലാവും വിധം വേഗത്തിൽ നടക്കാൻ യഥ ശ്രമിച്ചു. വൈകല്യമുള്ള ആ കൊച്ചു പെൺകുട്ടിയുടെ നിത്യേനയുള്ള ദിനചര്യ ഇത്തരത്തിലായിരുന്നു. സ്കൂളിലെത്താൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പലപ്പോഴും വൈകിയാണ് അവൾ എത്തിയിരുന്നതും. അന്ന് വൈകിയെത്തിയ അവളോട് അധ്യാപകൻ പറഞ്ഞു, നീയൊരു ഭിന്നശേഷിക്കാരിയായ കുട്ടിയാണെന്ന് നിനക്കറിയാമല്ലോ. കൃത്യസമയത്ത് സ്കൂളിലെത്താൻ നീ കുറച്ചുകൂടി നേരത്തെ വീട്ടിൽ നിന്നിറങ്ങണം. ആ വാക്കുകൾ യഥയെ വിഷമിപ്പിച്ചില്ല. കാരണം ജനിച്ച കാലം മുതൽ അവൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഉച്ചഭക്ഷണ സമയത്ത് മറ്റു കുട്ടികളൊക്കെ കളിക്കുമ്പോ യഥ നിശബ്ദയായി മാറിയിരുന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഉള്ളിൽ വിഷമമൊക്കെ തോന്നുമെങ്കിലും അവൾ ആരോടുമൊന്നും പരാതി പറഞ്ഞിരുന്നില്ല. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയാൽ ദ എന്നറിയപ്പെടുന്ന ഒരുതരം പുരാതന ചൈനീസ് ലിപിയിൽ അവൾ എഴുതാറുണ്ടായിരുന്നു. ആ തലമുറയിലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതായ, എഴുതാൻ അറിയാത്തതായ പഴയൊരു ചൈനീസ് ലിപിയാണത്. പഴയൊരു ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗവുമാണത്. യഥയുടെ മുത്തശ്ശിയാണ് ദ എന്ന ആ ലിപി അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. യഥയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയായിരുന്നു ദായ് ലിപിയിൽ എഴുതുക എന്നത്. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു ബുദ്ധ സന്യാസി അന്ന് യഥയുടെ മുത്തശ്ശിയെ സന്ദർശിക്കാൻ വന്നു. യഥയെ കണ്ടപ്പോൾ സന്യാസി അവളുടെ ദായ് എഴുതാനുള്ള കഴിവിലും മറ്റും ഒരുപാട് പ്രശംസിച്ചു. യഥ മറ്റ് സാധാരണ കുട്ടികളെ പോലെയല്ലെന്നും അവൾ മാനസികമായി അവരെക്കാൾ കരുത്തുള്ളവളാണെന്നും മുത്തശ്ശി സന്യാസിയോട് പറഞ്ഞു. അവൾ പുരാതന ദായ് സംസ്കാരത്തെ സ്നേഹിക്കുന്നുണ്ടെന്നും അത് സംരക്ഷിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ദായ് ലിപി എഴുതുന്നതിനായി പരുത്തിത്തുണിയിൽ നിന്ന് ഒരുതരം പേപ്പർ മുത്തശ്ശി നിർമ്മിച്ചിരുന്നു. അതും ഒരു പുരാതനമായ രീതിയായിരുന്നു. ആ രീതി യഥയും പഠിച്ചെടുത്തു. ഒരു ദിവസം യഥയുടെ സഹപാഠികൾ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു സിനിമ കാണാൻ പദ്ധതിയിട്ടു. അത് കേട്ടപ്പോൾ എനിക്കും സിനിമ കാണണം എന്ന് യഥ അവരോടായി പറഞ്ഞു. ആ കൂട്ടത്തിൽ യഥയുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഉടൻ അവൻ അവളോടായി പറഞ്ഞു, നിനക്ക് നേരം നടക്കാൻ പോലും കഴിയില്ല. സിനിമ കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ പുഴ മുറിച്ചു കടക്കണം, പിന്നൊരു മല കയറണം. നിനക്കതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നീ സിനിമ കാണാൻ വരണ്ട. അത് കേട്ടപ്പോൾ യഥയ്ക്ക് ഒരുപാട് സങ്കടം വന്നു. അവൾ കരയാൻ തുടങ്ങി. പക്ഷേ അവളുടെ ആ വിഷമങ്ങൾക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അർദ്ധരാത്രിയിൽ മുത്തശ്ശിയോടൊപ്പം അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കൂട്ടുകാർ സിനിമ കാണാൻ വീടുകളിൽ നിന്ന് ഓടുന്നത് അവൾ ദൂരെ നിന്ന് കണ്ടു. അതിനു മുമ്പ് ഒരിക്കലും സിനിമ കണ്ടിട്ടില്ലാത്തതിനാൽ യഥയ്ക്കും അത് കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ സിനിമ കാണാനായി അവൾ ആ വഴിക്ക് നീങ്ങി സാവധാനം നടന്നു. കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് പുഴയോരത്തെത്തി. പുഴ മുറിച്ചു കടക്കാൻ യഥ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വലിയ പാറക്കെട്ടുകൾ കയറാൻ അവൾ പരാജയപ്പെട്ടു. വളർന്ന് യൗവനത്തിലെത്തുന്നവരെ ഒരു സിനിമ പോലും കാണാൻ യഥയ്ക്ക് സാധിച്ചുമില്ല. നാളുകൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം യഥയുടെ അച്ഛൻ അവളെയും മുത്തശ്ശിയെയും കാണാൻ വന്നു. അദ്ദേഹം തന്റെ അമ്മയ്ക്കടുക്കൽ അന്ന് പറഞ്ഞു, യഥ സാവധാനം വളർന്നു വരികയാണ്. പക്ഷേ പുറം ജോലികളൊന്നും അവൾ പഠിക്കുന്നേയില്ല. മാത്രമല്ല അവൾക്ക് വൈകല്യവുമുണ്ട്. അവളിങ്ങനെ ഒരു ജോലിയും പഠിച്ചില്ലെങ്കിൽ വലുതാകുമ്പോൾ എന്തു ചെയ്യും? മകന്റെ ആശങ്ക മനസ്സിലാക്കി മുത്തശ്ശി തന്റെ മകനോട് പറഞ്ഞു, നീ അതിനെക്കുറിച്ചോർത്തൊന്നും വിഷമിക്കണ്ട, അതൊക്കെ വേണ്ട രീതിയിൽ നടക്കും. യഥ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നിശബ്ദമായിട്ടിരുന്നു. മുത്തശ്ശി മകനോട് ആ സമയം എടുത്തു പറഞ്ഞ് കൂട്ടിച്ചേർത്തു, യഥ വളർന്നു വരുന്ന പ്രായമാണ്. അവളുടെ മുമ്പിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ നീ സംസാരിക്കരുത്, അതാണ് നല്ലത്. കുറച്ചു കഴിഞ്ഞപ്പോൾ യഥയുടെ അമ്മാവൻ അവരുടെ വീട്ടിലേക്ക് വന്നു. ഗ്രാമത്തിൽ അക്കാലത്ത് മൊത്തത്തിൽ ഒരശാന്തി നിലനിന്നിരുന്നു. അവളുടെ അമ്മാവൻ ഗ്രാമത്തിലെ പുതുതലമുറയിലെ രാഷ്ട്രീയ നേതാവായിരുന്നു. പഴയ സാംസ്കാരിക ആചാരങ്ങളെ നശിപ്പിക്കാനും ചൈനീസ് കേന്ദ്രീകൃതമായ നിയമങ്ങൾ നടപ്പിലാക്കാനും ആ രാഷ്ട്രീയക്കാർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ ആചാരപ്രകാരം എഴുതിയ പുരാതന പുസ്തകങ്ങൾ സർക്കാരിന് സമർപ്പിക്കാനും നശിപ്പിച്ചു കളയാനും യഥയുടെ അമ്മാവൻ തന്റെ അമ്മയോട്, അതായത് മുത്തശ്ശിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ പുസ്തകങ്ങൾ തന്റെ മകന് കൊടുക്കാൻ മുത്തശ്ശിയൊട്ടും തയ്യാറായില്ല. ദായ് പാരമ്പര്യത്തിലുള്ള ആ പുസ്തകങ്ങൾ സംരക്ഷിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
അടുത്ത ദിവസം ബുദ്ധസന്യാസിയെ കാണുവാൻ യഥയും മുത്തശ്ശിയും അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് മുത്തശ്ശി ആ സന്യാസിയോട് സംസാരിച്ചു. ഗ്രാമത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ വ്യക്തമാക്കി തന്റെ മകന്റെ കാര്യവും എടുത്തു പറഞ്ഞു. സന്യാസിയുടെ മറുപടി വന്നു, അപകടമുള്ള സമയമാണ്, നമ്മളെപ്പോഴും ജാഗ്രത പാലിക്കണം. അവർ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ സംഭാഷണത്തിന് ശേഷം യഥയും മുത്തശ്ശിയും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഉടൻ തന്നെ മുത്തശ്ശി പഴയ ദായലിഖിതങ്ങളെല്ലാം വേഗത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അടുത്ത ദിവസം മുത്തശ്ശിയുടെ വീട് പൂർണ്ണമായും തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടിരുന്നു. യഥയുടെ അമ്മാവന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ടേക്കെത്തി. അവർ പഴയ ദായലിഖിതങ്ങൾക്കായി വീട് മുഴുവൻ പരിശോധിച്ചു. പക്ഷേ മുത്തശ്ശിയെല്ലാം ഒളിപ്പിച്ചതുകൊണ്ട് അവിടെ നിന്നൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ യഥയുടെ അമ്മാവൻ യഥയുടെ അച്ഛന്റെ വീട്ടിലേക്ക് തിരയുവാൻ വേണ്ടി പോയി. ഗ്രാമവാസികളും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണാൻ രാഷ്ട്രീയ സംഘത്തിന്റെ പിന്നാലെയുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട ആശങ്കയിൽ യഥയും അവരുടെ പിന്നാലെ ചെന്നു. കാല് സുഖമില്ലാതിരുന്നതുകൊണ്ട് ധൃതി പിടിച്ച് നടക്കുമ്പോൾ ഇടയ്ക്കിടെ അവൾ താഴെ വീണിരുന്നു. പക്ഷേ ഒരു തരത്തിൽ നടന്ന് അവൾ വീട്ടിലേക്ക് എത്തി. അവിടെ അപ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. അച്ഛന്റെ വീട്ടിൽ നിന്ന് രാഷ്ട്രീയക്കാർ ധാരാളം പഴയ ദായലിഖിതങ്ങൾ കണ്ടെടുത്തു. അതെല്ലാം അവർ പിടികൂടി ഒരു പിക്കപ്പ് വാനിലേക്ക് കയറ്റുകയായിരുന്നു. ആർക്കും തന്നെ എതിർക്കാൻ സാധിക്കുമായിരുന്നില്ല. അർദ്ധരാത്രിയിൽ മുത്തശ്ശിയുടെ അടുത്ത് യഥ നിശബ്ദമായിട്ടിരുന്നു. ആ സമയത്ത് മുത്തശ്ശി അവളോട് പറഞ്ഞു, നാളെ മുതൽ നീ കുറച്ചു ദിവസം അച്ഛനമ്മമാരോടൊപ്പം നിൽക്കണം. എനിക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. പിറ്റേന്ന് പുലർച്ചെ തന്നെ മുത്തശ്ശി അവിടുത്തെ പാർട്ടി ഓഫീസിലേക്ക് പോയി. അവിടെ ഓഫീസിന് മുന്നിലിട്ട് ആരൊക്കെയോ പഴയ ദായലിഖിതങ്ങൾ കത്തിച്ച് നശിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ തീ ഉപയോഗിച്ച് അയാൾ ഒരു സിഗരറ്റ് പോലും കത്തിക്കുന്നു. അത് കണ്ടതും മുത്തശ്ശിക്ക് വലിയ സങ്കടം തോന്നി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അതെല്ലാം അവരുടെ പുരാതന പാരമ്പര്യ ഗ്രന്ഥങ്ങളായിരുന്നു. മറുവശത്ത് യഥയാകട്ടെ തന്റെ വീട്ടിലേക്ക് പോയിരുന്നു. മുത്തശ്ശിയെ ഒരുപാട് മിസ് ചെയ്തതുകൊണ്ട് അവൾ വാതിലിനരികെ ഒന്നും മിണ്ടാതെ നിശബ്ദമായിട്ടിരുന്നു. അതിനിടയിൽ ഓഫീസിൽ നിന്ന് ചില പഴയ ലിഖിതങ്ങൾ വീണ്ടെടുക്കാൻ മുത്തശ്ശി ശ്രമിക്കുകയായിരുന്നു. മുത്തശ്ശിക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞു. രാത്രിയിൽ യഥയും മുത്തശ്ശിയും വീണ്ടെടുത്ത ചില ലിഖിതങ്ങൾ ഒരു രഹസ്യ സ്ഥലത്ത് ഒളിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ യഥ കാട്ടുപാതയിലൂടെ നടക്കുകയായിരുന്നു. മുത്തശ്ശിയാകട്ടെ ചന്തയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. യഥ ഒരു മയിലിനെ നോക്കി നിൽക്കെ പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. യഥ അങ്ങോട്ടേക്ക് വേഗം ചെന്നു. മുത്തശ്ശി സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുഴിയിലേക്ക് മറിഞ്ഞിരുന്നു. ആൾക്കാർ തടിച്ചുകൂടി. അപകട സ്ഥലത്ത് വെച്ച് തന്നെ യഥയുടെ മുത്തശ്ശി ലോകത്തോട് വിട പറഞ്ഞു. അവസാന ചടങ്ങുകൾക്കായി ഗ്രാമവാസികളെല്ലാം അവിടെ തടിച്ചുകൂടി. മുത്തശ്ശിക്ക് വിട നൽകാൻ ഗ്രാമത്തിലുള്ള ഭൂരിഭാഗവും എത്തിച്ചേർന്നിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ഏവരും വീടുകളിലേക്ക് മടങ്ങി. എങ്കിലും യഥ അവിടെ നിശബ്ദയായി തുടർന്നു. പശ്ചാത്തലത്തിൽ യഥയുടെ ശബ്ദം ഉയർന്നു കേട്ടു. ആ ദിവസം മുതൽ എന്റെ ബാല്യം സത്യത്തിൽ അവസാനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. യഥ ഇപ്പോൾ ഒരുപാട് വളർന്നിരുന്നു. കൊച്ചു യഥ ഇപ്പോൾ ഒരു യുവതിയായി മാറിയിരിക്കുന്നു. മുത്തശ്ശി പഠിപ്പിച്ചു കൊടുത്ത ആ പഴയ ദായലിഖിതങ്ങൾ അവൾ ഇപ്പോഴും എഴുതാറുണ്ട്. ആ ഭാഷ അവൾക്ക് വളരെയധികം വശമായി കഴിഞ്ഞിരുന്നു. അന്നൊരു ദിവസം അവൾ താൻ എഴുതിയ ലിഖിതങ്ങളുമായി ഗ്രാമത്തിലെ ചന്തയിൽ ചെന്നിരിക്കുകയാണ്. കാരണം നഷ്ടപ്പെട്ട ആ പുരാതന ദായ സംസ്കാരം ഇപ്പോൾ ചൈനയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ടീം തന്നെ സർക്കാർ രൂപീകരിച്ചു. അവിടുത്തെ ഓഫീസിലേക്കെത്തിയ യഥ തന്റെ എഴുത്തുകൾ അവിടെ ഏൽപ്പിച്ചു. ഓഫീസിലുള്ളവർ യഥയുടെ എഴുത്തുകളെ ഒരുപാട് പ്രശംസിച്ചു. അവർ യഥയോട് തങ്ങളോടൊപ്പം നഗരത്തിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. പക്ഷേ യഥ അതിന് മറുപടി കൊടുത്തില്ല. അവിടെ നിന്ന് നിശബ്ദയായി മടങ്ങി. യഥ വീട്ടിലെത്തി കൃഷിയിടത്തിൽ വിളവെടുപ്പ് ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ സമയമാണ് ആ വഴിയിലൂടെ ചില ചൈനീസ് സൈനികർ നടന്നുപോയത്. യഥയെ കണ്ടതും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ അവർ യഥയോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഒരു ഓഫീസർ അത് ശ്രദ്ധിക്കുകയും അവിടെ നിന്ന് പോകുവാൻ സൈനികരോട് ഉത്തരവിടുകയും ചെയ്തു. യഥ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഓഫീസറുടെയും യഥയുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി. ആ സൈനിക ഓഫീസറുടെ പേര് ഷൗഹുവ എന്നായിരുന്നു. വീട്ടിലെത്തിയ ശേഷം യഥ ദായലിഖിതങ്ങൾ എഴുതാൻ ആരംഭിച്ചു. ആ സമയം പുറത്തുനിന്ന് ആരോ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു. ഞാനിവിടെ ഒരു പാഴ്സൽ വെക്കുന്നുണ്ട്. യഥപതിയെ എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഒരു പാഴ്സൽ അവിടെ ഇരിക്കുന്നുണ്ട്. യഥ പാഴ്സൽ തുറന്നു നോക്കി. അതൊരു സിനിമ ടിക്കറ്റ് ആയിരുന്നു. അന്ന് വൈകുന്നേരം ആ സിനിമ കാണുവാൻ യഥ പോയി. അവിടെ ചൈനീസ് സൈനികരും സിനിമ കാണാനുണ്ടായിരുന്നു. അവർക്കിടയിൽ ഷൗഹുവ എന്ന ആ ഓഫീസറും ഉണ്ടായിരുന്നു. അവിടെ എത്തിയ യഥ ഷൗഹുവയെ വീണ്ടും കണ്ടുമുട്ടി. ഷൗഹുവയാണ് ആ ടിക്കറ്റ് അവിടെ വെച്ചതെന്ന് വ്യക്തം. അവർ പരസ്പരം നോക്കുന്ന രീതിയിൽ നിന്ന് തന്നെ
തന്നെ ഇരുവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം യഥ വീട്ടിലിരുന്ന് ദായലിഖിതങ്ങൾ എഴുതുകയായിരുന്നു. പെട്ടെന്നാരോ വാതിലിൽ മുട്ടി. ഷഹുവ അവളെ കാണാൻ വന്നിരിക്കുകയാണ്. ഷഹുവയെ കണ്ടപ്പോൾ യഥയ്ക്ക് വലിയ അത്ഭുതം തന്നെ തോന്നി. ഷഹുവ അവളോട് പറഞ്ഞു, ഒരുപക്ഷെ നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടിയില്ലെന്ന് വരാം. എനിക്ക് യുദ്ധത്തിന് പോകേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള എന്റെ ഫീലിങ്സ് പറയാതെ എനിക്ക് പോവാൻ സാധിക്കുന്നില്ല. അത് പറയാനായിട്ട് ഞാൻ വന്നതാണ്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ഈ വൈകല്യം എനിക്കൊരു പ്രശ്നമല്ല. ഓരോ തവണ കാണുമ്പോഴും നിങ്ങൾ അതിനു മുമ്പത്തേക്കാൾ അതീവ സുന്ദരിയായി എനിക്ക് തോന്നുന്നു. ഷഹുവയുടെ ആ വാക്കുകൾ കേട്ടതും യഥയ്ക്ക് വലിയ നാണം തന്നെ തോന്നി. അവൾ ഷഹുവയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഷഹുവ അവളുടെ സമീപമിരുന്നു. ഇരുന്നപ്പോഴാണ് അവൾ എഴുതിക്കൊണ്ടിരുന്ന ആ പുരാതന ലിഖിതങ്ങൾ അദ്ദേഹം കാണുന്നത്. അതിശയത്തോടെ അദ്ദേഹം അത് നോക്കിക്കണ്ടു. ഷഹുവ ഇരുന്നപ്പോൾ യഥയുടെ വസ്ത്രത്തിന് മുകളിലായി പോയിരുന്നു. അവൾക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നുമില്ല. അധികം വൈകാതെ ഷഹുവ നേരിട്ട് യഥയോട് വിവാഹാഭ്യർത്ഥന നടത്തി. ആ നിമിഷം യഥ തന്റെ കുട്ടിക്കാലത്തെ തന്റെ ഒരു പ്രാർത്ഥനയോർത്തു. ഷഹുവയെ പോലെ ഒരു പങ്കാളിയെ കിട്ടണമെന്ന് അവളന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ഷഹുവ മടങ്ങിപ്പോയ ശേഷം യഥ തന്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി. ഷഹുവയെ പറ്റിയുള്ള കാര്യങ്ങൾ അവൾ അവരോടായി പറഞ്ഞു. അവളുടെ മാതാപിതാക്കൾക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേട്ടതും യഥയും അതീവ സന്തോഷവതിയായി. കുറച്ചു കഴിഞ്ഞ് പുറത്തുനിന്നാരോ യഥയെ വിളിച്ചു. യഥ വേഗത്തിൽ പുറത്തേക്ക് ചെന്നു. ഒരു സൈനികൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു കത്ത് യഥയുടെ പക്കൽ ഏൽപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു മടങ്ങി. യഥ വേഗം ആ കവർ തുറന്നു. ഷഹുവ അയച്ച കത്തായിരുന്നു അത്. അതിലിപ്രകാരം എഴുതിയിരുന്നു: പ്രിയപ്പെട്ട യഥ, സൈനിക നിയമങ്ങൾ കാരണം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് യാത്ര പറയാൻ കഴിഞ്ഞില്ല. നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ യുദ്ധത്തിനായി പുറപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കും. നിന്നിൽ നിന്ന് ഒരുപാട് അകലെയുമായിരിക്കും. പക്ഷേ ഞാൻ നിനക്ക് വാഗ്ദാനം നൽകുകയാണ്, യുദ്ധം കഴിഞ്ഞ് ഞാൻ മടങ്ങിയെത്തും. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റും. കത്ത് വായിച്ചതും യഥ പെട്ടെന്ന് സങ്കടം വന്ന് കരഞ്ഞു. യുദ്ധത്തിനായി ഷഹുവ പോയല്ലോ, അദ്ദേഹത്തോടൊന്നും പറയാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമമായിരുന്നു അവൾക്ക്. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടോടി. ഒരു ദിവസം യഥയുടെ അച്ഛൻ അവളോട് പറഞ്ഞു, നഗരത്തിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് നിന്നെ വിളിച്ചിട്ടുണ്ട്. ചില പഴയ ദായലിഖിതങ്ങൾ വിവർത്തനം ചെയ്യാൻ അവർക്ക് നിന്റെ ആവശ്യമുണ്ടത്രേ. അടുത്ത ദിവസം യഥ പുറത്തേക്കിറങ്ങുമ്പോൾ ഗ്രാമത്തിലെ പോസ്റ്റ്മാൻ അവളെ വിളിച്ചു. അവൾക്കൊരു കത്ത് വന്നിട്ടുണ്ട്. അത് കയ്യിലെടുത്തതും യഥക്ക് വലിയ ആവേശമായി. ഷഹുവ അയച്ച കത്തായിരുന്നു അത്. യഥ ഉടൻ തന്നെ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അത്ര നല്ലതല്ല. യുദ്ധം വളരെ അപകടകരമായ അവസ്ഥയിലാണ്. ഞാൻ അതിജീവിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഒരു ചിത്രം നിനക്കായി അയക്കുന്നു. നീ ഇത് ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കണം. യഥ ആ ചിത്രം വളരെ വാത്സല്യത്തോടെ തലോടി. വീണ്ടും സമയം മുന്നോട്ട് കടന്നുപോയി. യഥ നിരന്തരം പഴയ ദായലിഖിതങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ അശ്രാന്ത പരിശ്രമം പ്രാദേശിക പത്രങ്ങളിൽ വാർത്തയായി. ദൂരദേശങ്ങളിൽ നിന്ന് അവൾക്ക് കത്തുകൾ പോലും വരാൻ തുടങ്ങി. അവളുടെ ശ്രമങ്ങൾക്ക് എല്ലാവരും ആശംസകൾ നേർന്നു. കത്തുകൾ വായിക്കാൻ പോലും യഥയ്ക്കൊടുവിൽ സമയം കിട്ടാതായി. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാളുടെ കത്തുകൾ മാത്രം അവൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ആ വ്യക്തിയിൽ നിന്നാകട്ടെ കത്തുകൾ അവൾ തേടി എത്തിയതുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കത്തുകൾ വെച്ചിരുന്ന പെട്ടിയിൽ യഥ പെട്ടെന്നൊരു കത്ത് ശ്രദ്ധിച്ചു. അവൾ വേഗത്തിൽ അതെടുത്തു. അത് ഷഹുവയിൽ നിന്നുള്ള കത്തായിരുന്നു. അവളുടൻ ആ കത്ത് തുറന്നു വായിച്ചു. യഥ വിറയ്ക്കുന്ന കൈകൾ കൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. നിനക്ക് അതുകൊണ്ട് തന്നെ ഇത് വായിക്കുവാൻ പ്രയാസമായിരിക്കും. എനിക്ക് വെടിയേറ്റു. അതുകൊണ്ട് എനിക്ക് ശരിയായി എഴുതാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്നും ഞാൻ ആ പഴയ ദിവസങ്ങളെക്കുറിച്ചും ചോളപ്പാടത്ത് വെച്ച് ആദ്യമായി നിന്നെ കണ്ടതിനെക്കുറിച്ചും ഓർത്തു. ആ ഓർമ്മകൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി എനിക്ക് തോന്നുന്നു. ആ കാലത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അവശനാണ്. ഒരുപക്ഷെ നിനക്കുള്ള എന്റെ അവസാന കത്തായിരിക്കാം ഇത്. ഞങ്ങളിൽ കുറച്ച് സൈനികർ മാത്രമേ ഇനി ജീവിച്ചിരിപ്പുള്ളൂ. അല്പനേരം കൂടി മാത്രമേ ഒരുപക്ഷെ ഞങ്ങൾക്ക് പോരാടാനും കഴിയൂ. ജീവൻ അവശേഷിക്കുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മളിനി കണ്ടുമുട്ടില്ലായിരിക്കും. എന്നിരുന്നാലും നിന്റെ ജീവിതം മനോഹരമാക്കുക, അതാണ് എന്റെ ആഗ്രഹം. എങ്കിലും നിന്നെ എന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. നിന്നെ കാണണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നിന്നെക്കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെല്ലാ ആഗ്രഹങ്ങളും സഫലമാകില്ലല്ലോ. നീ നല്ല രീതിയിൽ ജീവിക്കണം, സ്വന്തം കാര്യങ്ങൾ നോക്കണം. യഥകത്ത് വായിച്ചു തീർത്തു. അത് ചേർത്തു പിടിച്ച് വേദനയോടെ പൊട്ടിക്കരയാൻ തുടങ്ങി. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി.
ഒരു ദിവസം ഒരാൾ യദയുടെ വീട്ടിൽ വന്നു. അയാൾ അവളോട് പറഞ്ഞു, എന്റെ പേര് ലിയോ എന്നാണ്, ഞാൻ റുജീനിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ കത്തുകൾ അയക്കാറുണ്ടായിരുന്നു. അത് കേട്ടതും യദയ്ക്കൽപ്പം പകപ്പ് തോന്നി. അവൾ കത്തുകളടങ്ങിയ 2 വലിയ പെട്ടികൾ പുറത്തെടുത്തു. അതിലവൾ തുറക്കാതെ വെച്ച ധാരാളം കത്തുകളുണ്ടായിരുന്നു. താൻ അയച്ച കത്തുകൾ ആ കൂട്ടത്തിൽ നിന്ന് അയാൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. സത്യത്തിൽ യദ ആ കത്തുകൾ ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ല. ആ മനുഷ്യൻ യദയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കാൽ സുഖപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതൊരിക്കലും സാധ്യമല്ലെന്നായിരുന്നു യദയുടെ മറുപടി. അവൾ അദ്ദേഹത്തോട് പൊക്കോളാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ലിയോ വിട്ടില്ല. അവൻ യദയുടെ അച്ഛനോട് സംസാരിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അച്ഛൻ വന്ന് അവളോട് പറഞ്ഞു, ആ യുവാവ് വളരെ നല്ലവനാണ്. അവൻ നിന്റെ കാൽ ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ യദ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഒരു രാത്രിയിൽ യദയുടെ അച്ഛൻ അവളോടായി പറഞ്ഞു, ലിയോ നിനക്ക് വേണ്ടി ഈ ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവന്റെ കാര്യം പരിഗണിക്കാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലിയോ വീണ്ടും യദയെ കാണാൻ വന്നു. അവൻ അവളോടായി പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്തുകൊണ്ടാണ് എന്നെ തിരിച്ചയച്ചതെന്ന് എനിക്കറിയാം. നീ ഷൗഹുവായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഷൗഹുവായുടെ ആർമി ബാച്ച് നമ്പറും ലിയോ പിന്നാലെ പറഞ്ഞു. യദയ്ക്ക് അത് കേട്ടതും വലിയ അത്ഭുതമായി. ലിയോ തുടർന്ന് കൂട്ടിച്ചേർത്തു, ഞാൻ ഷൗഹുവായുടെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ്. ഷൗഹുവായിൽ നിന്ന് തന്നെയാണ് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടതും. പക്ഷേ ഞങ്ങൾ എല്ലാവരും ഷൗഹുവ വരുമെന്ന പ്രതീക്ഷ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവന്റെ മൃതശരീരം കണ്ടുകിട്ടിയിട്ടില്ല, അത് സത്യമാണ്. പക്ഷേ അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അവൻ തിരിച്ചു വരുമായിരുന്നു. നീ എപ്പോഴും സന്തോഷവതിയായി ഇരിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അതവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നീണ്ടു. ലിയോ യദയുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ചു. യദ തന്റെ കുട്ടിക്കാലത്തെ സങ്കടങ്ങളും മറ്റും അവനുമായി പങ്കുവെച്ചു. ലിയോ അവൾക്ക് വലിയ മാനസിക പിന്തുണ നൽകി. സാവധാനം ലിയോ യദയുടെ വിശ്വാസം നേടിയെടുത്തു. ഒരു ദിവസം ലിയോ യദയെ തന്റെ സൈക്കിളിൽ മലയോര പാതയിലൂടെ കൊണ്ടുപോവുകയായിരുന്നു. ലിയോ ഒരുപാട് കഷ്ടപ്പെടുന്നതും തനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതും യദയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവൾ ലിയോയുടെ സ്ഥാനത്ത് ഷൗഹുവായെ സങ്കല്പിച്ചു. ആ സങ്കല്പം അവസാനിച്ചപ്പോൾ യദ ലിയോയുടെ വിയർപ്പ് തുടച്ചു കൊടുത്തു. അപ്പോൾ ലിയോ അവളോടായി പറഞ്ഞു, നിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ 2 കാലുകളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള പുരുഷനെ പോലെ ലിയോ യദയെ പരിപാലിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ചെല്ലുന്തോറും ലിയോയിലുള്ള യദയുടെ വിശ്വാസം വർദ്ധിച്ചു വന്നു. പിന്നീട് യദയും ലിയോയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. യദ സമ്മതം മൂളി. അവർ വിവാഹിതരാവുകയായിരുന്നു. പിന്നീട് കുറെ വർഷങ്ങൾ കടന്നുപോയി. യദയ്ക്കും ലിയോയ്ക്കും ഒരു മകള് ജനിച്ചു. അവർ അവൾക്ക് ഇപ്പിങ് എന്ന് പേരുമിട്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് മാറിമറിഞ്ഞിരുന്നു. ഇപ്പോൾ ലിയോയ്ക്ക് യദയോട് പഴയ സ്നേഹമില്ല. യദ ഇപ്പോൾ തന്റെ കൊച്ചുമകളെ നോക്കി ദിവസങ്ങൾ ചിലവഴിക്കുന്നു. ലിയോ ആകട്ടെ ഓരോ കാര്യത്തിനായി ഒരുപാട് യാത്രകളിലാണ്. ഒരു ദിവസം യദ ലിയോയോട് പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് നീ എന്നോട് കള്ളമായിരുന്നു പറഞ്ഞതല്ലേ? എന്റെ ജീവിതത്തിൽ കൂടെയുണ്ടാകുമെന്ന് നീ വാഗ്ദാനം നൽകിയിരുന്നു. എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടതും ലിയോ മറുപടി കൊടുത്തു, യാഥാർത്ഥ്യം വളരെ കഠിനമായതാണ്. നീ ഇതുവരെ പുറത്തുപോയി ജോലി ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പുറത്ത് ജോലി ചെയ്യുന്നത് എത്ര പ്രയാസകരമാണെന്ന് നിനക്കറിയില്ല. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പുറത്ത് ജോലി ചെയ്യണമെന്നാണോ? ലിയോ ഉടൻ പറഞ്ഞു, അതെ, ഇനി മുതൽ നീയും പണം സമ്പാദിച്ചു തുടങ്ങണം. ഒറ്റയ്ക്ക് എനിക്ക് വയ്യ. അടുത്ത ദിവസം മുതൽ യദ തന്റെ കുഞ്ഞുമകളെ മുതുകിൽ കെട്ടി തൂമ്പയുമായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു അവൾ. യദയുടെ അച്ഛൻ ആ സമയത്താണ് ആ വഴി വന്നത്. മകളുടെ അവസ്ഥ കണ്ട് അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്യുന്നത്? നിന്റെ ഭർത്താവ് എവിടെ? യദ മറുപടി പറഞ്ഞു, അദ്ദേഹം ഇപ്പോ എവിടാണെന്ന് എനിക്കറിയില്ല. ആ തൂമ്പ നീ ഇങ്ങ് തന്നേക്കൂ, ഞാൻ നിന്റെ ജോലി ചെയ്യാം. നീ മോളെയും കൂട്ടി വീട്ടിൽ പോ. യദ പറഞ്ഞു, വേണ്ടച്ച, എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തോളാം, നിങ്ങൾ പൊക്കോളൂ. അവൾ ആ ജോലി തുടർന്നു. അന്ന് രാത്രിയിൽ മുത്തശ്ശി ബാക്കി വെച്ചു പോയ ദായ് ലിഖിതങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വീട്ടിലേക്ക് എത്തിയിരുന്ന ലിയോ യദയോട് ചോദിച്ചു. കാരണം അവയ്ക്കപ്പോൾ മാർക്കറ്റിൽ വലിയ വിലയായിട്ടുണ്ട്. അത് കേട്ടതും യദയ്ക്ക് കാര്യം മനസ്സിലായി. യദ ലിയോയോട് പറഞ്ഞു, വർഷങ്ങളായി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ആ ലിഖിതങ്ങൾ സൂക്ഷിച്ചതാണ്. എന്റെ മുത്തശ്ശിയുടെ അവസാന ഓർമ്മകളാണ് അത് വിൽക്കാൻ തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും അത് പ്രതീക്ഷിക്കുകയേ വേണ്ട. യദയുടെ ആ പറച്ചിൽ ലിയോയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ വീടിന്റെ പുറത്തേക്ക് പോയി ഒരു സിഗരറ്റ് വലിച്ചു. യദയുടെ അച്ഛൻ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്റെ മകളെ മുതുകിൽ ചുമന്ന് യദ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. കുഞ്ഞുമകളുമായി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. താൻ മറ്റ് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയല്ലെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം എന്നവൾ ആഗ്രഹിച്ചു. തനിക്കും കഠിനാധ്വാനം ചെയ്യാൻ കഴിയുമെന്നും പണം സമ്പാദിക്കാൻ കഴിയുമെന്നും അവൾ തെളിയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതവളെ അവശനിലയിലാക്കുന്നുമുണ്ടായിരുന്നു.
ജോലി കഴിഞ്ഞ് യഥ വീട്ടിലെത്തി പഴയ ദായലിഖിതങ്ങൾ വിവർത്തനം ചെയ്യാനായി മേശപ്പുറത്തിരുന്നു. അപ്പോഴാണ് അവിടെ ഇരുന്ന കത്തവൾ കണ്ടത്. അത് ലിയോയുടെ കത്തായിരുന്നു. യഥ അത് തുറന്നു വായിച്ചു. യഥ, നിന്റെ കൂടെയുള്ള ജീവിതത്തിൽ എനിക്ക് വല്ലാതെ മടുപ്പ് തോന്നിയിരിക്കുന്നു. എനിക്ക് പുറം ലോകമൊക്കെ ചുറ്റിക്കാണണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം കണ്ടെത്തണം. ജീവിതത്തിൽ വലിയ നിലയിലെത്തണം. ഇവിടെ നിൽക്കാനും ഗ്രാമത്തിൽ ജീവിക്കാനും എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് വിട പറയുകയാണ്. നിന്റെ അരികിലേക്ക് ഞാൻ ഇനി മടങ്ങി വരില്ല. എന്നെ ഒരിക്കലും കണ്ടെത്താൻ ശ്രമിക്കുകയും വേണ്ട. കത്ത് വായിച്ചപ്പോൾ യഥ ദേഷ്യത്താലും സങ്കടത്താലും കരഞ്ഞു. അവൾ തന്റെ മുന്നിലുള്ള സാധനങ്ങൾ ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞു. അവളുടെ മകൾ, കുഞ്ഞു പെൺകുട്ടി, പേടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. ഒരു വശത്ത് അമ്മയും മറുവശത്ത് കുഞ്ഞും കരഞ്ഞുകൊണ്ടേയിരുന്നു. പുറത്തപ്പോൾ കനത്ത മഴ പെയ്യുകയായിരുന്നു. നിസ്സഹായിയായ ആ അമ്മ തന്റെ കുഞ്ഞിനെ മടിയിലിരുത്തി. തനിക്ക് തന്നെ നേരെ നടക്കാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ താനെങ്ങനെ ഈ കുഞ്ഞിനെ തനിച്ചു വളർത്തും എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിൽ ആശങ്കപ്പെട്ടു. അടുത്ത ദിവസം മുതൽ യഥയുടെ ജീവിതത്തിൽ പുതിയൊരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. തന്റെ കൊച്ചുകുഞ്ഞിനെ മുതുകിൽ കെട്ടിവെച്ച് യഥ അവിടുത്തെ അങ്ങാടിയിൽ തണ്ണിമത്തൻ വിത്തുകൾ വിൽക്കാനായി പോയി. മറ്റുള്ളവരെ പോലെ അവളും ഉപഭോക്താക്കളെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു. അവളിൽ നിന്ന് വിത്തുകൾ വാങ്ങുന്നവരോട് അവൾ വലിയ നന്ദി കാണിച്ചു. അപ്പോൾ അല്പം മാറി ഒരു സ്ത്രീ അത്ഭുതത്തോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സൂ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. യഥ ദായലിഖിതങ്ങൾ വിവർത്തനം ചെയ്തിരുന്നത് അറിയാവുന്ന സ്ത്രീയായിരുന്നു. അത് വിവർത്തനവുമായി ബന്ധപ്പെട്ട നഗരത്തിലെ ഓഫീസിലാണ് സൂ ജോലി നോക്കിയിട്ടുള്ളത്. യഥയെ അങ്ങനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. സൂവിന് യഥയെയും അവളുടെ ജോലിയും വളരെ ഇഷ്ടമായിരുന്നു. അവർ യഥയെ വിളിച്ചു. യഥ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്കല്പം ചമ്മൽ തോന്നി. ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്തിനാ ഇത് ചെയ്യുന്നത്? യഥ മറുപടി പറഞ്ഞു, ഞാനൊരു വൈകല്യമുള്ള വ്യക്തിയാണ്. എന്റെ മുമ്പിൽ മറ്റു വഴികളില്ല. എന്റെ കുഞ്ഞിനെ എനിക്ക് തനിയെ നോക്കണം. യഥ ആ സ്ത്രീക്ക് കുറച്ച് തണ്ണിമത്തൻ വിത്തുകൾ കഴിക്കാൻ കൊടുത്തു. അവർ പറഞ്ഞു, വേണമെന്നില്ല, കുഴപ്പമില്ല. പക്ഷേ യഥ പറഞ്ഞു, നിങ്ങളെ ശരിയായി സൽക്കരിക്കാൻ കഴിയാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പിന്നീട് ആ സ്ത്രീയോട് വിട പറഞ്ഞ് അവൾ വീണ്ടും കച്ചവടത്തിനായി വിളിച്ചു കൂവാൻ തുടങ്ങി. ആ സ്ത്രീ കുറച്ചു നേരം കൂടി യഥയെ നോക്കി നിന്നു. അങ്ങനെ യഥയുടെ ജീവിതം മുമ്പോട്ടേക്ക് പോയി. കാറ്റും മഴയും അവഗണിച്ച് അവൾ കുഞ്ഞിനെ മുതുകിൽ ചുമന്ന് മലയോര പാതകളിലൂടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങി. ആ മലമ്പാതകളിലൂടെ നടക്കുന്നത് അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കുട്ടിയെ വളർത്താൻ അവൾക്കത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. കുറെ തണ്ണിമത്തൻ വിത്തുകൾ ശേഖരിക്കാൻ കാറ്റിലും മഴയിലും യഥ ദൂരേക്ക് യാത്ര ചെയ്തു. ഒരു ദിവസം അതുപോലുള്ള യാത്രക്കിടയിൽ അവൾ തെന്നി വീഴുകയും വിത്തുകളടങ്ങിയ കുട്ട നിലത്തേക്ക് പതിക്കുകയും വെള്ളത്തിൽ കുതിർന്നു പോവുകയും ചെയ്തു. അവളുടെ മുതുകിലുണ്ടായിരുന്ന അവളുടെ കുട്ടി വല്ലാതെ കരയാനും ആരംഭിച്ചു. നിരാശയും സങ്കടവും കൊണ്ട് യഥ ആ കുട്ടയെടുത്ത് നിലത്തേക്കെറിഞ്ഞു. അത്രമേൽ കഷ്ടപ്പെട്ട് അവൾ ശേഖരിച്ച വിത്തുകളായിരുന്നു അതിൽ. കുട്ടിക്കാലം മുതലേ അവൾ ഈ ലോകത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആ പോരാട്ടം അവളെ തളർത്തിക്കഴിഞ്ഞിരുന്നു. മഴയത്തിരുന്ന് നിയന്ത്രണമില്ലാതെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി യഥയുടെ അച്ഛൻ അവളുടെ മുന്നിലെത്തി. 2000 യുവാൻ അവൾക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, അങ്ങാടിയിൽ പോയി തണ്ണിമത്തൻ വിത്തുകൾ വിൽക്കുന്നത് നിനക്കൊരുപാട് കഠിനമായ ജോലിയാണ്. ഒരു കാര്യം ചെയ്യ്, ഈ പണം ഉപയോഗിച്ച് വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ കടയുണ്ടാക്ക്. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. യഥ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഈ പണം എവിടുന്ന് കിട്ടി? നീ അതിനെക്കുറിച്ചോർത്തൊന്നും വിഷമിക്കണ്ട. നാളെ മുതല് നീ നിന്റെ പുതിയ കടയെക്കുറിച്ച് ആലോചിച്ചാ മതി. അതും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോയി. യഥ കുറച്ചുനേരം നിശബ്ദമായിട്ടിരുന്നു. വർഷങ്ങൾ പലതും അവൾക്ക് മുമ്പിലൂടെ ഓടിക്കടന്നുപോയി. വർഷങ്ങൾക്കിപ്പുറം യഥയുടെ മകൾ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയാണ്. യഥയുടെ കടയും മുമ്പത്തേക്കാൾ വലുതായി. അച്ഛൻ നൽകിയ 2000 യുവാൻ അവൾ തിരിച്ചു നൽകിയെന്ന് മാത്രമല്ല, അച്ഛൻ അധികമായി 2000 യുവാൻ കൂടി അവൾ കൊടുത്തു. അച്ഛനത് വളരെ അഭിമാനത്തോടെയാണ് പറയാറുള്ളത്. ഒരു ദിവസം യഥയുടെ മകൾ ഒരു കാറിനുള്ളിൽ ഒരു പാവയെ കണ്ടു. ആ പാവയ്ക്കായി ഇപ്പിങ് ആ കാറിനടുത്തേക്ക് നീങ്ങി. കാറിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അതിനുള്ളിൽ കയറി. കുറച്ചു കഴിഞ്ഞ് മകളെ താൻ നിർത്തിയ സ്ഥലത്ത് കാണാനില്ല എന്ന് കണ്ടതും യഥ ആകെ പരിഭ്രാന്തിയിലായി. അവിടെ ചുറ്റിലും മകളെ തിരഞ്ഞ് യഥ നടന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഇപ്പിങ്ങിനെ പറ്റി അവൾ അന്വേഷിച്ചു. മകളുടെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞു.
പറഞ്ഞ് കരഞ്ഞു. ഇതിനിടയിൽ ആ കാറാകട്ടെ നഗരത്തിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പിൻസീറ്റിൽ ആ പാവയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാർ ഡ്രൈവർ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഉടൻ കാർ ചവിട്ടി നിർത്തിയ അദ്ദേഹം വണ്ടി തിരിച്ചുവിട്ടു. മറുവശത്ത് യഥയാകട്ടെ പ്രാദേശിക റേഡിയോ സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നു. നിയന്ത്രണമില്ലാതെ കരഞ്ഞ് അവൾ അവിടെ കാര്യം പറഞ്ഞു. എന്ത് വില കൊടുത്തും തന്റെ കുഞ്ഞിനെ തിരികെ കിട്ടാൻ അവൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. അവളുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ അവളുടെ ആ മകളായിരുന്നു. ഇപ്പിങ്ങിനെ കാണാതായ വാർത്ത റേഡിയോ ഉച്ചഭാഷിണിയിലൂടെ ആവർത്തിച്ച് അനൗൺസ് ചെയ്യപ്പെട്ടു. അധികം വൈകാതെ കാർ റേഡിയോ സ്റ്റേഷന് മുന്നിലെത്തി. ഇപ്പിങ് കാറിൽ നിന്നിറങ്ങി അമ്മയെന്നവൾ ഉറക്കെ വിളിച്ചു. യഥയെ കണ്ടപ്പോൾ ഇപ്പിങ്ങിന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. യഥ ഓടിച്ചെന്ന് മകളെ ചേർത്തു പിടിച്ചു. അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നീട് യഥ തന്റെ മകളെയും ദായലിപി എഴുതാൻ പഠിപ്പിച്ചു. ആ സമയം ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള ബുദ്ധ സന്യാസി അങ്ങോട്ടേക്കെത്തി. അദ്ദേഹം യഥയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുണ്ട്. എനിക്ക് ചില പഴയ ദായലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നീയത് വിവർത്തനം ചെയ്താൽ കൊള്ളാമെന്നാണ് എന്റെ ആഗ്രഹം. ആ വലിയ ഉത്തരവാദിത്വം ലഭിച്ചതിൽ യഥാതീവ സന്തോഷവതിയായി. പോകുന്നതിനു മുമ്പ് സന്യാസി യഥയോട് പറഞ്ഞു, നിന്റെ മുത്തശ്ശി സൂക്ഷിച്ചിരുന്ന ആ പഴയ ദായലിഖിതങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അവ നല്ല രീതിയിൽ നോക്കണം, സംരക്ഷിക്കണം. യഥാ ലിഖിതങ്ങൾ ഒരു പെട്ടിയിലേക്ക് എടുത്തു വെക്കാൻ പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം പെട്ടിക്കകത്തുള്ള ഷൗഹുവയുടെ ചിത്രം വീണ്ടും കണ്ടു. തന്റെ പഴയകാല ഓർമ്മകൾ അവളുടെ ഉള്ളിൽ വീണ്ടും തെളിഞ്ഞു. ഒരിക്കൽ യാഥാർത്ഥ്യമായിരുന്ന ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രമായ ആ ദിവസങ്ങൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിറഞ്ഞു നിന്നിരുന്നു. അവൾ കണ്ണാടിയിൽ നോക്കി. കാലം എത്ര വേഗം കടന്നുപോകുന്നു. അവളുടെ മുടികൾ നരച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ വീണ്ടും ഒരുപാട് കടന്നുപോയി. യഥയുടെ മുടി ഭൂരിഭാഗവും ഇപ്പോൾ നരച്ചിരിക്കുന്നു. അവളിപ്പോൾ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും ദായലിഖിതങ്ങൾ വിവർത്തനം ചെയ്യലും മറ്റും അവൾ അവസാനിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴും ആവേശത്തോടെ അവൾ അത് തുടരുകയാണ്. യഥയുടെ കട ഇപ്പോഴും പഴയതുപോലെ പ്രവർത്തിക്കുന്നു. അന്ന് യഥയുടെ അമ്മ അവൾക്ക് ഭക്ഷണം കൊണ്ടുവരികയും യഥയോട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പിങ്ങിനിപ്പോൾ എങ്ങനുണ്ട്, അവൾ എപ്പോഴാ വരിക? അമ്മ ചോദിച്ചു. യഥ പറഞ്ഞു, അവള് പഠനം പൂർത്തിയാക്കി അവിടെ ഒരു ജോലി ചെയ്യുവല്ലേ. അടുത്ത മാസം നമ്മളെ കാണാൻ വരും. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പിങ് വളർന്നൊരു യുവതിയായി മാറിയിരുന്നു. അവൾ തന്റെ കാമുകനൊപ്പം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. യഥയാകട്ടെ മുത്തശ്ശിയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് മുത്തശ്ശിയെപ്പോലെ പരുത്തിത്തുണിയിൽ നിന്ന് കടലാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്കെത്തിയ ഇപ്പിങ് വീടിനകത്തേക്ക് ഓടിവന്ന് തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്റെ മോൾ ഇത്രയും വലുതായോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ യഥ തന്റെ മകളെയും ചേർത്തു. കുറെ കാലത്തിനു ശേഷം മകളെ കണ്ടതിൽ യഥയും യഥയുടെ അമ്മയും ഒരുപാട് സന്തോഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പിങ് പുറത്തു നിൽക്കുന്ന തന്റെ കാമുകൻ ലീയെ അകത്തേക്ക് വിളിച്ചു. ലീയെ കണ്ടപ്പോൾ ഇപ്പിങ്ങിന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമായി. പിന്നീട് ഇപ്പിങ് തന്റെ മുത്തശ്ശിയുടെ ചിത്രം കാണിക്കാൻ ലീയെ വിളിച്ചുകൊണ്ടുപോയി. 100 വർഷം പഴക്കമുള്ള ദായ സംസ്കാര പുസ്തകങ്ങൾ അമ്മ സൂക്ഷിക്കുന്നത് ലീക്ക് അവൾ കാണിച്ചു കൊടുത്തു. ലീ അതിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും അത്ഭുതത്തോടെ അത് സംരക്ഷിച്ചതിന് അവരെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തു. ലീയുടെ വാക്കുകളും മറ്റും കേട്ടപ്പോൾ യഥക്ക് വലിയ സന്തോഷം തോന്നാതിരുന്നില്ല. രാത്രിയിൽ ഇപ്പിങ് അമ്മയോടൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത്. യഥ മകളോട് ചോദിച്ചു, നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വരാറുണ്ടോ? ഇപ്പിങ് പറഞ്ഞു, ആ, അദ്ദേഹം ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരാറുണ്ട്. എനിക്ക് ചിലപ്പോ സാധനങ്ങളും വാങ്ങി തരാറുണ്ട്. യഥ ചെറിയൊരു ഖേദത്തോടെ പറഞ്ഞു, നിന്റെ ഈ വികലാംഗിയായ അമ്മയ്ക്ക് ജീവിതത്തിൽ നിനക്കൊന്നും നൽകാൻ കഴിഞ്ഞില്ല. നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജീവിതം നിനക്ക് നൽകിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ മോളോട് ക്ഷമ ചോദിക്കുന്നു. ഇപ്പിങ് ഉടൻ മറുപടി പറഞ്ഞു, അമ്മേ, അങ്ങനൊന്നും പറയരുത്. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് വേണ്ടി അമ്മ ചെയ്ത കാര്യങ്ങൾക്ക് പകരമായി എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടി എന്റെ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ കുടുംബം മുഴുവൻ ഒത്തുചേർന്നു. ഇപ്പിങ്ങും ലീയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് യഥ എല്ലാവരോടും പറഞ്ഞു. ഇവർ വർഷങ്ങളായി ഒരുമിച്ച് പഠിക്കുന്നു. ഇപ്പോ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഇരുവരും പരസ്പരം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞാലും. അപ്പോൾ ഇപ്പിങ്ങിന്റെ അപ്പൂപ്പൻ ലീയോട് പറഞ്ഞു, ഞങ്ങളുടെ ദായി സമൂഹത്തിന് ചില നിയമങ്ങളുണ്ട്. വിവാഹത്തിന് ശേഷം നിങ്ങൾ കുറഞ്ഞത് 3 വർഷമെങ്കിലും ഇവിടെ താമസിച്ച് ഞങ്ങളോടൊപ്പം പാടത്ത് ജോലി ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പിങ്ങിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ ലീയുടെ മുഖം അല്പമൊന്നു മങ്ങി. ഉടൻ മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ എന്തിനാ കുട്ടിയെ പേടിപ്പിക്കുന്നേ? ലീ മോനെ, നീ ഇതൊന്നും കേക്കണ്ടാട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതോടെ ലീയുടെ മുഖം തെളിഞ്ഞു. ഒടുവിൽ ലീയുടെയും
ലിയോയുടെയും ഇപ്പിങ്ങിന്റെയും വിവാഹം നിശ്ചയിച്ചു. രണ്ടുപേരും അതീവ സന്തുഷ്ടരായി. അടുത്ത ദിവസം നഗരത്തിൽ നിന്ന് യഥയ്ക്ക് പരിചയമുള്ള സു എന്ന ആ സ്ത്രീ യഥയുടെ കടയിൽ വന്നു. ദാഹസംസ്കാരത്തെക്കുറിച്ചുള്ള യഥയുടെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഒരു പ്രതി സു അവൾക്കായി കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ഇത് ശ്രദ്ധയോടെ നീ ഒന്ന് വായിച്ചു നോക്കണം. എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് എന്നെ അറിയിക്കണം. യഥ തന്റെ ആദ്യത്തെ പുസ്തകത്തെ വളരെ വാത്സല്യത്തോടെ തൊട്ടുനോക്കി. വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഗ്രാമത്തിലെ ഉത്സവമായിരുന്നു. ഗ്രാമവാസികളെല്ലാം ഒത്തുചേരുകയും എല്ലാവരും ആഹ്ലാദിക്കുകയും ചെയ്തു. യഥ ഹൃദ്യമായി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉത്സവ സമയത്തൊരു മൂലയിൽ നിശബ്ദമായി ഇരുന്നിരുന്ന തന്റെ കുട്ടിക്കാലത്തെ യഥയൊന്ന് നോക്കിക്കണ്ടു. എത്രയോ സമയം തന്നിൽ കടന്നുപോയിരിക്കുന്നു, എത്രയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നവൾ ആ നിമിഷം ഓർത്തു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് ആകാശവിളക്കുകൾ പറത്തിവിട്ടു. പിന്നീടൊരു ദിവസം യഥയുടെ ഭർത്താവ് ലിയോ അവളെ സന്ദർശിക്കാൻ വന്നു. വർഷങ്ങൾക്ക് ശേഷം യഥയും ലിയോയും നേർക്കുനേരായിരുന്നു. അന്ന് ഉപേക്ഷിച്ചു പോയ ശേഷം ലിയോ ഇപ്പോഴാണ് യഥയെ കാണാൻ ആദ്യമായിട്ടെത്തുന്നത്. യഥ ലിയോയോട് പറഞ്ഞു, നിങ്ങളും മോളെ കാണാൻ പോവാറുള്ള കാര്യമൊക്കെ അവൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. നിങ്ങൾ അവൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തെന്നും അറിഞ്ഞു. ഒരമ്മ എന്ന നിലയിൽ അവളുടെ പല സ്വപ്നങ്ങളും എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളതിൽ പലതും ചെയ്തു. അതൊക്കെ കേട്ടതും ലിയോ യഥയോട് പറഞ്ഞു, എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഹേയ്, ക്ഷമയൊന്നും പറയണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾക്കിപ്പോ ഒന്നും ചെയ്യാനുമില്ല, ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതുമില്ല. ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദിയുള്ളവളാണ്. നിങ്ങൾ എനിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകി, എനിക്ക് ഒരു മകളെ നൽകി, ഒരമ്മയാവാൻ നിങ്ങളാണ് അവസരം നൽകിയത്. അതിനെല്ലാം എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. ഇന്നത്തെ എന്നെ ഞാനാക്കിയതിൽ നിങ്ങൾക്ക് വലിയ പങ്കുമുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അത് പറയുമ്പോൾ ലിയോയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. ഇപ്പിങ്ങാകട്ടെ അവിടെ നിന്ന് മാതാപിതാക്കളുടെ സംഭാഷണം മുഴുവൻ കേട്ടു. ഒടുവിൽ യഥ ലിയോയോട് പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണ്? ലിയോയുടെ മറുചോദ്യം വന്നു. രണ്ടുപേരും പിരിഞ്ഞ് രണ്ടിടത്തായി ജീവിച്ചെങ്കിലും വിശ്വാസപ്രകാരം ഇരുവരും തമ്മിൽ വിവാഹമോചനം നടത്തിയിരുന്നില്ല. നിയമപരമായി വേർപിരിഞ്ഞില്ല. അത് പ്രാവർത്തികമാക്കണം എന്നാണ് യഥ ആവശ്യപ്പെട്ടത്. ലിയോയും അതിന് സമ്മതിച്ചു. അങ്ങനെ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു. പിന്നീട് യഥ തന്റെ മകളോട് സംസാരിക്കുകയാണ്, എനിക്കിനി നിന്റെ അച്ഛനുമായി ഒരു ബന്ധവുമില്ല. നിന്റെ അച്ഛൻ നിന്നെ ഇടയ്ക്കൊക്കെ കാണാൻ വരും എന്നെനിക്കറിയാം. അച്ഛന്റെ കാര്യമോർത്ത് നിനക്ക് സങ്കടം തോന്നുന്നതും സ്വാഭാവികമാണ്. നീയും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന് ഞാനൊരിക്കലും തടസ്സം നിൽക്കില്ല. പക്ഷേ നിങ്ങൾ ഇരുവരുടെയും ഇടയിലേക്ക് വരാൻ എന്നോടൊരിക്കലും നീ ആവശ്യപ്പെട്ടേക്കരുത്. പിന്നെ എനിക്കൊരു അവസാന ആഗ്രഹമുണ്ട്. ഷൗഹുവായുടെ അമ്മയെ കാണാൻ, അവരെ കണ്ടെത്താൻ എനിക്ക് റോജിൻ നഗരത്തിലേക്ക് പോകണം. അത് കേട്ടതും ഇപ്പിങ് ഒന്ന് ഞെട്ടി. അത് അംഗീകരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്തിനാ അത് ചെയ്യുന്നത്? അമ്മ ഇനി അവിടെ ഷൗഹുവായെ കണ്ടെത്തുവാണെങ്കിൽ എന്തു ചെയ്യും? അദ്ദേഹം ശരിക്കും മരിച്ചോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്കിപ്പോഴും അറിയില്ലല്ലോ. യഥ മറുപടി പറഞ്ഞു, അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ ബാക്കി ജീവിതം അവിടെ ചിലവഴിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയെ കാണണമെന്നത് അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അത് കേട്ടപ്പോൾ ഇപ്പിങ്ങിന് വല്ലാതെ ദേഷ്യം വന്നു. ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യഥ ആ നഗരത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ക്യാബിനിലിരുന്ന് യഥ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിന്റെ താളുകൾക്കിടയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഷൗഹുവായുടെ ചിത്രം അവൾ പുറത്തെടുത്തു. ആ ചിത്രത്തിലേക്ക് വലിയ വാത്സല്യത്തോടെ കുറച്ചധിക നേരം നോക്കിക്കൊണ്ടിരുന്നു. യഥയുടെ മുഖത്ത് സമാധാനം നിറഞ്ഞൊരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ട്രെയിനിലെ ആ ക്യാബിനിലേക്ക് ഇപ്പിങ്ങും കയറി വന്നു. അവൾ അമ്മയുടെ അടുത്തിരുന്ന് യഥയുടെ തോളിലേക്ക് തലചായ്ച്ചു. ഇപ്പിങ്ങും അമ്മയോടൊപ്പം ആ നഗരത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ദേഷ്യമൊക്കെ മാറി അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ആ മകൾ തീരുമാനിച്ചിരുന്നു. യഥയുടെ മുഖം സമാധാനത്തിൽ നിറഞ്ഞിരിക്കുന്നു, പുഞ്ചിരി വിരിഞ്ഞിരിക്കുന്നു. ആ പുഞ്ചിരിയുള്ള മുഖത്തോടെ യഥയാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. യഥ നഗരത്തിൽ ചെന്നു. ഷൗഹുവായുടെ 90 വയസ്സുള്ള അമ്മയെ കണ്ടുമുട്ടി. ഷൗഹുവ യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. ആ വിവരം യഥയറിഞ്ഞു. യഥയുടെ ജീവിതം വീണ്ടും മുന്നിലേക്ക് തുടർന്നുകൊണ്ടിരുന്നു. യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. ഏറെ രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം.
അതുവരെ ബായ്.